ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇതൊരു കേവലം പരാജയം മാത്രമല്ല, അവരുടെ അടിത്തറ ഇളകിയെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിത്തറയായി വിശേഷിപ്പിക്കുന്നത് കേരളത്തിലെ ഭൂരിപക്ഷമായ ഈഴവരെയാണ്. എന്നാൽ BJPക്കും ഒപ്പം BDJS-നും വാതിൽ തുറന്നു കൊടുത്തതോടെ ബംഗാൾ ഇവിടെ ആവർത്തിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടെ നിൽക്കുന്നവരുടെ രാഷ്ട്രീയ ഭാവി പോലും നോക്കാതെ, അതിലുപരി അവനവൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി വരെ പണയം വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിയ ഈ നാടകത്തിൽ BJP ഇവിടെ കാലുകുത്തി എന്നതല്ല പ്രധാനം. അതിലുപരി അടുത്ത തെരഞ്ഞെടുപ്പോടെ അവരിവിടെ ഏതാണ്ട് സർവാധിപത്യം ഉറപ്പിക്കുമെന്നതാണ് സത്യം. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയെ ചുവന്ന പരവതാനി വിരിച്ച് സ്വാഗതം ചെയ്തുകൊണ്ടുവന്ന ആ സമയം തന്നെ ജോസ് കെ മാണിയോട് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ അപകട സൂചന നൽകിയിരുന്നു. എന്ത് കണക്കുകൂട്ടലിലാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇതുപോലത്തെ രാഷ്ട്രീയം കളിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. EMS-നെ പോലുള്ളവർ BJPയെ കളത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ജാഗ്രത കാണിച്ചിരുന്നു. പക്ഷേ അവരെ ക്ഷണിച്ചു വരുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഞെട്ടലോടെ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു പ്രയോജനം ഇടതുപക്ഷത്തിന് ഒരിടത്തും ലഭിച്ചില്ലെന്നത് വലിയ രീതിയിൽ ചർച്ച ഉയർത്തിയിരിക്കുകയാണ്. ഒന്ന് കൊടുത്ത് രണ്ട് വാങ്ങുന്ന കച്ചവടത്തിന് ചന്തയിൽ പോലും വിലയുള്ളൂ. ഇവിടെ കയ്യിലുള്ള രണ്ടെണ്ണം കളഞ്ഞ് BJPക്ക് ഒന്ന് സമ്പാദിച്ചു കൊടുത്തുവെന്ന ദയനീയ ചിത്രമാണ് തെളിഞ്ഞു വരുന്നത്. 1980-കളിൽ ഇടതുപക്ഷത്തെ ഈഴവരെ വലതുപക്ഷത്തെത്തിക്കാൻ വേണ്ടി SRP എന്നൊരു പ്രസ്ഥാനം K. കരുണാകരൻ സൃഷ്ടിക്കുകയും അവർക്ക് ഭരണ പങ്കാളിത്തം വരെ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ആ പ്രസ്ഥാനം നശിച്ച് വെണ്ണീറാവുകയും അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. 2021-ൽ തുടർഭരണം ലഭ്യമാകില്ലെന്ന നിലയിൽ കോപ്പുകുത്തി നിന്നിരുന്ന സമയത്താണ് മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിലേക്ക് കടന്നു വരുന്നത്. വെടിക്കെട്ടുപുരയിലേക്ക് പെട്രോളും തീയുമായി കടന്നു വന്നുവെന്നായിരുന്നു അന്ന് മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത്. അന്ന് വേറെ ഗതിയില്ലാഞ്ഞിട്ടല്ല അവർ ഇടതുമുന്നണിയുടെ കൂടെ കൂടിയത്, മറിച്ച് ജനാധിപത്യ കക്ഷികളുടെ കൂടെ നിന്ന് പൊരുതണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമായിരുന്നു. അങ്ങനെയാണെന്ന് ജോസ് കെ മാണി പറഞ്ഞത്. BJP അന്ന് തങ്കത്തളികയിൽ വച്ച് നൽകിയ വാഗ്ദാനങ്ങൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇടതുമുന്നണിയുടെ വീണ്ടും അധികാരത്തിൽ വരികയില്ലായിരുന്നു. 1000 മുതൽ 50,000 വരെ വോട്ടുകളുള്ള 50 മണ്ഡലങ്ങൾ കേരള കോൺഗ്രസിൻ്റെ സ്വാധീന വലയത്തിലുണ്ട്. ഇത് UDF-ലെ ബുദ്ധിജീവികളുടെയും BJP-യിലെ വിദഗ്ധരുടെയും അഭിപ്രായമാണ്. ഇത് ഏറെക്കുറെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോട്ടയത്തും മധ്യ കേരളത്തിലും അവരുടെ സഹായം വാങ്ങി തങ്ങൾ മാത്രം ജയിച്ചാൽ മതിയെന്നും തങ്ങൾ മൂലം അവരുടെ പ്രതിനിധികൾ ജയിക്കരുതെന്നും കോട്ടയത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു തോന്നലുണ്ടായിരുന്നോ എന്ന് പലർക്കും തോന്നി. അവരുടെ ചില ചെയ്തികൾ കണ്ടപ്പോൾ ഈ തോന്നലുകൾ പരസ്യമായി പറയാൻ പോലും പലരും തയ്യാറായി. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ തോൽവിയും ഇപ്പോൾ ചാഴിക്കാടനും, അതുപോലെ മറ്റൊരു വലിയ ഉദാഹരണമാണ് പാലാ മുനിസിപ്പാലിറ്റിയും. അവിടെ കൂടിയിരുന്ന് കൂമ്പിനിട്ട് കുത്തുന്ന പഴയ BJP കൗൺസിലറെ മാമോദീസ മുക്കി കൂടെ കൂട്ടി CPM നേതൃത്വം ജോസിനും കൂട്ടർക്കും ഇട്ട് പണിയുന്ന പണി ചില്ലറയല്ല. കൂടെ ഇരുന്ന മാണി ഗ്രൂപ്പ് കൗൺസിലറുടെ എയർപോഡ് മോഷ്ടിച്ചെടുത്തത് ഇയാളാണെന്ന് തെളിഞ്ഞിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാൻ കൂട്ടാക്കാതെ അയാളോടൊപ്പം മീനച്ചിലാറ്റിലൂടെ ബോട്ട് യാത്ര നടത്തിയ മന്ത്രി എന്ത് കണ്ടിട്ടാണ് ഈ രാഷ്ട്രീയം കളിക്കുന്നതെന്നാണ് പാലക്കാർ ചോദിക്കുന്നത്. ഈ മന്ത്രി വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ ചെന്ന് തുഷാറിനെ ക്ഷണിച്ചുകൊണ്ടുവന്ന് കോട്ടയത്ത് നിർത്തിയത് അവർക്ക് വാതിൽ തുറന്നു കൊടുക്കാനോ അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഇളക്കാനോ? ഈ ചോദ്യം ഞാൻ ചോദിച്ചതല്ല, കോട്ടയം തിരുനക്കരയിലെ അന്തിച്ചർച്ചയിൽ കേൾക്കുന്ന ചോദ്യമാണ്. കോട്ടയം ഉദാഹരണമായി പറഞ്ഞത് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്ന മണ്ഡലത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇത് ചെയ്തത് ഭരണത്തോട് കമ്മ്യൂണിസ്റ്റുകൾക്ക് തന്നെ താല്പര്യമില്ല എന്ന് തോന്നുന്ന വിധമായിരുന്നു അവരുടെ പ്രവർത്തനം മൂലമാണ്. ഏതായാലും ഇത് തീക്കിളിയായിപ്പോയി. ഒരു കാരണവശാലും ഇത് തിരിച്ചുപിടിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇനി സാധ്യമല്ല. കാരണം ഒരിക്കൽ പെരുവിരൽ കുത്താൻ ഇടം കൊടുത്താൽ കയറിക്കിടക്കാൻ അറിയാവുന്നവർക്കാണ് വാതിൽ തുറന്നു കൊടുത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിത്തറയായ ഈഴവ സമുദായത്തിൽ വിള്ളലുണ്ടാക്കാൻ കഴിഞ്ഞത് BJPയുടെ വിജയമാണ്. BDJS-ൻ്റെ തിരിച്ചുവരവാണ്. BJP മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ അതിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനത്തോ തീർച്ചയായും തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടാകും. കഴിഞ്ഞ തവണത്തെ പോലെയല്ല.
അതിനർത്ഥം കമ്മ്യൂണിസ്റ്റുകളുടെ അടിത്തറ ഇനിയും തകരാൻ പോവുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി ജോസ് കൂടെ കൊണ്ടുവന്ന രാജ്യസഭ കവർന്നെടുത്ത് അവരെ കൂടെ വെറുപ്പിക്കാൻ നോക്കിയാൽ അവരോടുള്ള നീതിയും പൂർത്തിയാവും. പാലായിൽ ജോസിനെ തോൽപ്പിക്കാൻ കൂട്ടുനിന്നു അവരാരോപിക്കുന്നതാണ്. കോട്ടയത്തെ ചാഴിക്കാടനെയും തീർത്തു. മധ്യകേരളത്തിൽ ഇടതുപക്ഷത്തിന് പുതുജീവൻ നൽകിയത് മാണിസാറിൻ്റെ പട തന്നെയാണ്. അവരെ ഒതുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് മനസ്സിലാകും. എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾ, പ്രത്യേകിച്ച് CPI ശ്രമിക്കുന്നത് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർക്ക് വേദന ഉളവാക്കുന്നതാണ്. ഏതായാലും എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുട്ടതുപോലെയാണ് കമ്മ്യൂണിസ്റ്റുകളുടെ ഇത്തവണത്തെ പ്രവൃത്തി. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനി ലീഗ് കൂടെ വരുമെന്നൊരിക്കലും പ്രതീക്ഷിക്കരുത്. ക്രിസ്ത്യാനികളെയെങ്കിലും കൂടെ നിർത്തിയാൽ ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട്.